ഗുഡ് മോർണിംഗ്. വെദർ സോളിഷ് ഓർ സ്പിരിച്വൽ, അതാണ് നമ്മുടെ ടോപ്പിക്. ഏകദേശം ഇപ്പോൾ ഒരു ധാരണയായിക്കാണ് നമ്മൾ എവിടെ നിൽക്കുന്നതെന്നുള്ളത്. ഭാരപ്പെടേണ്ട കേട്ടോ. തിരിച്ചറിവ് പരിശുദ്ധാത്മ തരുന്നതിനാന്ന് ചോദിച്ചാൽ കറക്ഷന് വേണ്ടിയിട്ടാണ്, അല്ല കുറ്റബോധത്തിന് പോകാനല്ല. ഒരു കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല. കാരണം കുറ്റബോധം എപ്പോഴും നമ്മളെ പുറകോട്ട് വലിക്കത്തുള്ളൂ. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ് കുറ്റബോധം തരിക, നമ്മളെ ഡൗൺ ആക്കുക. ഇത്ര നാൾ ചെയ്തെല്ലാം വെറുതെ ആയിപ്പോയല്ലോ, ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്നുള്ളൊരു ചിന്ത. നോ, അങ്ങനെ ചിന്തിക്കില്ലേ. തിരിച്ചറിവ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ലതിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളെ സഹായിക്കാൻ പരിശുദ്ധാത്മ റെഡിയാണ്. നമ്മളെ കൊണ്ട് ഇത് പറ്റത്തില്ല കേട്ടോ. ആദ്യം അത് അഡ്മിറ്റ് ചെയ്തോണം. ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് സോളിഷ് നിന്നും സ്പിരിച്വൽ ആകണമെങ്കിൽ, ജഡത്തിൽ നിന്നും ആത്മീയരാകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയേ തീരും. അങ്ങനെ പരിശുദ്ധാത്മാവിനോട് നമ്മൾ സഹായം ആവശ്യപ്പെടുമ്പോഴാണ് നമ്മളെ പരിശുദ്ധാത്മാവ് സഹായിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മളെന്നും ഓർക്കും ആത്മീയരാണെന്ന് ഓർക്കും, പക്ഷേ നമ്മൾ ജഡത്തിലായിരിക്കും. ഞാനൊരു വചനം കൊണ്ട് വായിക്കാം. നമ്മളിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സോളിഷായിട്ടുള്ള ആൾക്കാരല്ലേ ജഡികരുടെ ലക്ഷണങ്ങൾ എന്താണെന്നുള്ളത്. അത് വചനത്തിൽ നിന്ന് തന്നെ വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 5:11, എബ്രായർ 5:11. ഇതേക്കുറിച്ച് ഇനിയും ധാരാളം ഞങ്ങൾക്ക് പറയാനുണ്ട്. നിങ്ങൾ ഗ്രഹിക്കുന്നതിൽ പിന്നോക്കമായതുകൊണ്ട് അതെല്ലാം വിശദീകരിക്കുക വിഷമോ. ഗ്രന്ഥകർത്താവ് പറയുക. ഹീബ്രൂസ് എഴുതി ആരാണെന്ന് പല വാദഗതികളുണ്ട്. പൗലോസാന്ന് പറയുന്നു, പക്ഷേ കൺഫേംഡ് അല്ല. ഇനി ആരായാലും പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങൾ ഗ്രഹിക്കുന്നതിൽ പിന്നോക്കമായതുകൊണ്ട് അതെല്ലാം വിശദീകരിക്കുക വിഷമം. എന്തുകൊണ്ടാണ് പിന്നോക്കമായി പോയത്? നിങ്ങൾ സ്പിരിച്വൽ ബേബീസാണ്, സോളിഷാണ്. കാര്യം എബ്രായ സഭയിൽ ഇതിനകം നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ടിരുന്നവരാ. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ വിശ്വാസം വന്നിട്ട് ഇപ്പോൾ ഇത്രയും വർഷമായി, കുറേ വർഷങ്ങൾ കണക്ക് നമുക്ക് പറയാനോ. നമുക്ക് ആരെങ്കിലും പ്രബോധിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് ഇതുവരെയായിട്ട്? നമ്മുടെ കൂടെയുള്ളവരെയോ, നമ്മുടെ കുടുംബാംഗങ്ങളെയോ, നമ്മുടെ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ ആരെങ്കിലും കർത്താവിനെക്കുറിച്ച് നമുക്കൊന്ന് പ്രബോധിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് പറ്റാത്തത്? നമ്മൾ എത്ര നാളായി നമ്മളൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെടുക. ബൈബിൾ നമ്മൾ ഓർമ്മയായപ്പോൾ മുതൽ വീട്ടിൽ കാണുകയല്ലേ. എല്ലാ ആഴ്ചയും നമ്മൾ പള്ളിയിൽ പോകുന്നില്ലേ. 2-3 മീറ്റിങ്സ് ഇപ്പോൾ ഓൺലൈനാണെങ്കിലും അറ്റൻഡ് ചെയ്യുന്നില്ലേ. എന്തുകൊണ്ടാണ് നമുക്ക് പ്രബോധരാകാൻ പറ്റാഞ്ഞത്? നമുക്ക് താല്പര്യം, നമുക്ക് ആ ശിശുക്കളായിട്ട് പാലും കുടിച്ച് ഇരിക്കാനാ താല്പര്യം. അതുകൊണ്ട് പോൾ പറയാം, ഇതിനകം നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും ആ സഭയിലുള്ള മുഴുവൻ ആൾക്കാരും പ്രബോധകരാണ്. കാരണം അതുപോലത്തെ ടീച്ചിങ്സാണ് അവിടെ കൊടുത്തത്. ചില സഭകളിലുണ്ട് അത് ടീച്ച് ചെയ്യത്തില്ല, എപ്പോഴും പാൽ കൊടുത്തോണ്ടിരിക്കും. ഇതല്ല, അവിടെ ആവശ്യമായുള്ളത് മുഴുവൻ കൊടുത്തോണ്ടിരുന്നതു, പക്ഷേ അവരായില്ല. പക്ഷേ ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു. ഞാൻ ചില സമയത്ത് വീണ്ടും റീക്യാപ്പ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പഴയത് പറഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാറുണ്ട്. കാരണം പരിശുദ്ധാത്മ അങ്ങനെ ഒരു പ്രേരണ തരുന്നുണ്ട്, സബ്ജക്റ്റ് ഇല്ലാത്തതുകൊണ്ടല്ല. കാരണം എനിക്കറിയാം, ഈ കേൾക്കുന്ന ഒന്നും ഗ്രഹിക്കുന്നില്ല ശരിക്കും. വീണ്ടും അത് മറന്നു പോവുക, അല്ലെ വീണ്ടും അത് വിട്ടുപോവുക. ഞാനും വിട്ടുപോകാറുണ്ട്. അപ്പോൾ വീണ്ടും അത് ഓർപ്പിക്കുക, പ്രഥമ പാഠങ്ങൾ വീണ്ടും പരിശുദ്ധാത്മ ഓർപ്പിക്കുക. ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു. നിങ്ങൾക്ക് പാലാണ് ആവശ്യം, കട്ടിയുള്ള ഭക്ഷണമല്ല. ഒരു ജഡികൻ്റെ അല്ലെ സോളിഷായിട്ടുള്ള ആളിൻ്റെ ലക്ഷണം ഇതാണ്. അവർക്ക് പാലാണ് ആവശ്യം, കട്ടിയുള്ള ഭക്ഷണം അവർക്ക് ദഹിക്കത്തില്ല, താല്പര്യമില്ല. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്കേതാ താല്പര്യം? ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് എവിടം വായിക്കാനാണ് താല്പര്യം? ലേഖനങ്ങൾ വായിക്കാനോ? ലേഖനങ്ങളാണ് കട്ടിയുള്ള ആഹാരം എന്ന് പറഞ്ഞു കേട്ടോ. അതോ സങ്കീർത്തനം വായിച്ചുകൊണ്ടും സുവിശേഷങ്ങൾ വായിച്ചുകൊണ്ടും അല്ലെ ഉത്തമഗീതം വായിച്ചുകൊണ്ടും ഇങ്ങനെ സന്തോഷിക്കുന്നതാണോ താല്പര്യം? പാല് കുടിച്ച് ജീവിക്കുന്നവൻ നീതിയുടെ വചനം വിവേചിക്കാൻ വൈദഗ്ധ്യമില്ലാത്തവനാണ്. ഇനി എന്താ കുഴപ്പം? പാല് കുടിച്ചാൽ ജീവിച്ചാൽ പോരെ? അതാണ് ഗ്രന്ഥകർത്താവ് പറയുന്നത്, പരിശുദ്ധാത്മ പറയുന്നു. നീതിയുടെ വചനം, കൃപയുടെ വചനമുണ്ട്, നീതിയുടെ വചനമുണ്ട്. കൃപയുടെ വചനം എന്താ? നിന്റെ സകല പാപങ്ങളും കർത്താവ് ക്ഷമിച്ചു. ദൈവത്തിൻ്റെ കൃപ, പാപം പെരുക്കെടുത്ത് കൃപ അത്യന്തം പെരുകി. ക്രൂശിൽ എല്ലാ പാപവും മോചിച്ചു. നീ ഇനി പാപിയല്ല, നീ ഒരു ദൈവവേദല. വിശ്വസിച്ചാൽ മതി, നിനക്ക് വീണ്ടും ജന്മം നടക്കും. ഇതാണ് കൃപയുടെ വചനം. നീതിയുടെ വചനം എന്താ? അതാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കട്ടിയായിട്ടുള്ള ആഹാരം, ലേഖനങ്ങൾ,
അവിടെ ഞാൻ എപ്പോഴും പറയുന്നത് പുതിയ നിയമം വായിക്കണം, എസ്പെഷ്യലി ലേഖനങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ലേഖനങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാകത്തില്ല. എത്ര പ്രസംഗം കേട്ടാലും ഗ്രോ ചെയ്യത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ സഹായവും ദൈവവചനവും ഇത് രണ്ടും നമുക്ക് ആവശ്യം, ഒരുപോലെ ആവശ്യം. പാല് കുടിച്ച് ജീവിക്കുന്നവൻ നീതിയുടെ വചനം വിവേചിക്കാൻ വൈദഗ്ധ്യമില്ലാത്തവനാണ്. എന്തെന്നാൽ അവൻ ശിശുവാണ്, സ്പിരിച്വൽ ബേബിയാണ്. കട്ടിയുള്ള ഭക്ഷണം പക്വത വന്നവർക്കുള്ളതാണ്. സ്പിരിച്വലി മച്ചുറായവർക്കാണ് കട്ടിയുള്ള ഭക്ഷണം. സോളിഡ് ഫുഡ് ഈസ് ഫോർ ദ സ്പിരിച്വലി മച്ചുവർ വൺ. അവർ തങ്ങളുടെ ശക്തിവിശേഷങ്ങളുടെ പരിശീലനത്താൽ നന്മ തിന്മകളെ വിവേചിച്ചറിയാൻ കഴിവുള്ളവരാ. എന്ന് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ പിടികിട്ടും. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. നമ്മുടെ ലിവിങ് ബൈബിളിൽ നിന്ന് വായിക്കുമ്പം പിടികിട്ടും. സോളിഡ് ഫുഡ് ഈസ് ഫോർ ദോസ് ഹു ആർ മച്ചുവർ, who have trained themselves to recognize the difference between right and wrong and then do what is right. നന്മയും തിന്മയും തിരിച്ചറിയാൻ തങ്ങൾക്ക് ലഭിച്ച ആ പരിജ്ഞാനത്തിൽ കൂടെ അല്ലെങ്കിൽ ദൈവവചനത്തിൽ കൂടെ അവർക്ക് സാധിക്കും. എന്നിട്ടും നന്മ ചെയ്യാൻ പറ്റും. ഇതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ കുറച്ചുകൂടെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. കഥാവനുകരിക്കുക.